ഇനി ഇതും കൂടെ ബാക്കിയുള്ളൂ. ഓഹോ ഇതോ. ഇവിടെ നിങ്ങൾക്ക് രണ്ടുപേർക്കും സുഖമായിട്ട് കഴിയാനുള്ളതെല്ലാം ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആകെ മൊത്തം 750 രൂപ 60 പൈസയായി. വാടക വേറെ, പിന്നെ മണ്ണെണ്ണ, മല്ലി, മഞ്ഞള്, മുളക്, അരിയൊക്കെ അവിടെ ഇരിക്കട്ടെ. നീ വാ. എന്ത് അല്ല, ഇനി കുറെ ദിവസം ഈ ഉപദ്രവമായിട്ട് ഞാൻ ഇവിടെ താമസിക്കാൻ പോവാണല്ലോ. അപ്പൊ ഈ കച്ചവടത്തിന്റെ കണക്ക് എങ്ങനെയാണ്? കണക്ക് വേണോ അളിയാ? വേണം അളിയാ. നമ്മൾ തമ്മില് ഇപ്പൊ കണക്ക് പറഞ്ഞില്ലെങ്കില് പിന്നെ പറയുമ്പോ തെറ്റും. എനിക്ക് അത്രയ്ക്ക് വിശ്വാസം ഇല്ല. എനിക്ക് ഈ ലോകത്ത് ഒരാളെ ഉള്ളൂ വിശ്വാസമില്ലാതായിട്ട്, അത് നീയാണ്. നിന്റെ സ്വഭാവം ഓന്തിന്റെ പോലെയാണ്, എപ്പോഴാണ് മാറുന്നെന്ന് പറയാൻ പറ്റില്ല. ശരി, ഇങ്ങനെയെങ്കിൽ എങ്ങനെ? കിട്ടുന്നതില് നിനക്കെത്ര എനിക്കെത്ര എന്ന് വ്യക്തമായിട്ട് പറയണം. സപ്പോസ് 1 ലക്ഷം കിട്ടിയെന്ന് വിചാരിക്കുക. അതിൽ നിനക്കെത്ര എനിക്കെത്ര? 1 ലക്ഷം ആണെങ്കിൽ 40 നീ എടുത്തു, 60 മതി എനിക്ക്. ഓ, അപ്പൊ ശരി, എനിക്ക് സമ്മതം. നീ ഇവിടെ താമസം എവിടെ കൂടെ? എന്നെ കൊണ്ട് പറ്റൂല. അത് നിന്നെ കൊണ്ട് പറ്റൂല. ജീവൻ പണയം വെച്ചാ ഞാൻ ഇതിന്റെ കൂടെ കഴിയുന്നത്. 60 എനിക്ക്, 40 നിനക്ക്. ഇതിന്റെ അടി ഇടിയും ചവിട്ടും തൊഴിയൊക്കെ കൊള്ളുന്ന ഞാനാ, കഷ്ടപ്പെട്ടുണ്ടാക്കിയ തടിയാ. തടിയുടെ കാര്യങ്ങളാ. ഇത്രയും കാലം ഈ വട്ടിന് ഉടുപ്പ്, പാവാട, പാവ, മരുന്ന്, മങ്ങിയൊക്കെ മേടിച്ച് ഞാനാ. അതിന്റെ കണക്കോ? അതിന്റെ കണക്ക് നീ വേറെ വെച്ചോ. ഇതിൽ 60 എനിക്ക്, 40 നിനക്ക്. സമ്മതം ഉണ്ടെങ്കിൽ മതി, ഇല്ലേ ഞാൻ പോവാ. ഒരുമാതിരി കണ്ണിച്ചോരലത്തെ വർത്താനം പറയാടേ. കഷ്ടപ്പാട് എനിക്കുണ്ട്. എന്നാ നീ ഒരു കാര്യം ചെയ്യും, 40ന്റെ കൂടെ ഒരു 10,000 കൂടി ഇട്ടോ. പറ്റില്ല. ഒരു 5,000. ഒരു 1,000 ചുമ്മാ ഇരടേ. ശരി, 500 ഉറപ്പിച്ചോ. ഞാൻ ഉറപ്പിച്ചില്ലെങ്കിലോ? എടാ ഒരു 200 രൂപയുടെ. എടാ ഒരു 10 രൂപയെങ്കിലും താ. മനുഷ്യൻ ഇത്ര ആക്രാന്തം പാടില്ല. കുട്ടി പുഴിക്കത്തില്ലടാ. ഇതെന്തോന്നാ? അത് പൗഡർ. അയ്യേ, ഫോണ്. ഫോണെങ്കിൽ ഫോൺ. ഫോണിനെ കണ്ടറിയില്ലേ? ഇതെന്തോന്നാ? അത് വിറവ് കൊള്ളി. അല്ല, കുന്തം. കുന്തം. ഇതെന്തോന്നാ? അയ്യോ, അതവിടെ വെക്കേ. മൗത്ത് ഓർഗൻ അവിടെ വെക്കേ. ഇതാണോ അമ്മേന്റെ നായര്? ഇതല്ലേ അമ്മേന്റെ നായര്?